ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റസീദ് മൻസൂഖന്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് മുന്നേ ഒറ്റ കാര്യം എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ 2025 പുതുവർഷം പിറന്നിരിക്കുകയാണ്. പിറന്നിട്ട് ഇപ്പം 3-4 ദിവസമായിട്ടുണ്ട്. ഈ ഒരു 3-4 ദിവസത്തിനിടയ്ക്ക് എന്തെല്ലാം വിവാദമായതും നമ്മളെ അതീവ ദുഃഖിതരാക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അതൊന്നും പറയാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പറയാൻ നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് തികയത്തില്ല. എന്നാലും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അവനെയൊക്കെ കുട്ടിയെന്ന് വിളിക്കാവുന്ന പോലും എനിക്ക് അറിയില്ല. ഈ കുട്ടി ഒരു യുവാവിനെ കുത്തിക്കൊന്നു. അതായത് മുൻവൈരാഗ്യമോ രാഷ്ട്രീയ വൈരാഗ്യമോ ഒന്നുമില്ല അതിന്റെ പുറകിൽ. ആലോചിച്ച് നോക്കണം. പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത്. അതായത് ഇവന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന് 16 വയസ്സ്. ഈ കുറ്റകൃത്യം ചെയ്തവന് 14 വയസ്സ്, അവന്റെ കൂട്ടുകാരന് 16 വയസ്സ്. ഇവരെ പെൺകുട്ടികളുമായിട്ട് വന്ന് സംസാരിച്ചിരിക്കുമ്പം അദ്ദേഹം വന്ന് ചോദ്യം ചെയ്യുമോ, അങ്ങനെ എന്തോ ഒരു നിസ്സാര സംഭവമാണ് ഉണ്ടായേക്കുന്നത്. അതിന്റെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ഒരു കത്തിയെടുത്ത് ഈ 14 വയസ്സുകാരൻ ആ ഒരു 30 വയസ്സുകാരനെ കുത്തി കൊല്ലുകയാണ്. ഇതിനകത്ത് അടുത്ത ഒരു നമുക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ഇവരെ രണ്ടുപേരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. കത്തിയും കൊണ്ടാണ് ഇവന്മാർ സ്കൂളിൽ പോകുന്നത്. 14-16 വയസ്സുള്ള ഒരു കുട്ടികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇവരുടെ കയ്യിൽ എന്തിനാണ് സ്കൂളിൽ പോകാൻ കാര്യം കത്തി കൊണ്ടുപോകുന്നത്? മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അഡിക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു സംഭവം നമ്മുടെ കൊല്ലത്തും റീസെന്റ് നടന്നു. അത് പിന്നെ ഒരു 22-23 വയസ്സുള്ള വ്യക്തിയാണെന്ന് പറയാം. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ട് സ്വന്തം അമ്മയെയും അപ്പൂപ്പനെയും തലക്കടിച്ച് കൊലപ്പെടുത്തി. ആലോചിച്ച് നോക്കുക, എത്രമാത്രം നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ദുഃഖത്തിനുപരി പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുന്നേ നടന്ന ഡൽഹിയിൽ നടന്ന നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ ഒരു കേസ് ശരിയാണ്. അതിൽ ബാക്കി പ്രതികൾക്കെല്ലാം വധശിക്ഷ വിധിച്ചു, നടപ്പിലാക്കി. വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, അതിൽ ആ കുട്ടി ഏറ്റവും ക്രൂരമായിട്ട് ഉപദ്രവിച്ചത് 18 വയസ്സ് തികയാത്ത ഒരു പയ്യനാണ്. 18 വയസ്സ് തികയാഞ്ഞതോ അതോ അവന്റെ വക്കീല് 18 വയസ്സ് തികയാഞ്ഞതായിട്ട് തെളിവുകൾ ഉണ്ടാക്കിയതോ എന്തോ, അന്ന് അതിനെ പറ്റിയിട്ട് കുറെ കോൺട്രവേഴ്സീസ് നടന്നതാണ്. പക്ഷെ അവനെ 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മറ്റു പ്രതികളോടൊപ്പം വിചാരണ ചെയ്യാതെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വിചാരണ ചെയ്യുകയും ചെറിയ ശിക്ഷ കൊടുക്കുകയും ചെയ്തു. അവൻ ഇപ്പോഴും ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, അതേ മെന്റാലിറ്റിയോടുകൂടി. ആലോചിച്ച് നോക്കുക, ഇതൊക്കെ എത്രമാത്രം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 18 വയസ്സ് തികയാത്ത കുട്ടികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗം, ഇവര് കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിട്ട് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ എല്ലാവരും ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നല്ലൊരു ശതമാനം കുട്ടികൾ, കാരണം ഇന്ന് സുലഭമാണ്. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സുലഭമായിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ കഞ്ചാവും മയക്കുമരുന്നും കിട്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വെക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിയെ പ്രായപൂർത്തിയായി കണക്കാക്കാൻ 18 വയസ്സ് തികയണോ എന്നുള്ളതാണ്. എന്നോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയും ഒരിക്കലും വേണ്ട. കാരണം 16-17 വയസ്സുള്ള ഒരുവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 18 വയസ്സുകാരൻ്റെയോ 19 വയസ്സുകാരൻ്റെ തലത്തിലേക്കൊക്കെ അവൻ മാറിയിട്ടുണ്ട്. അതിനുള്ള റീസൺസും ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 75-70 വർഷം മുന്നേ എഴുതി വെച്ച രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് മാറി നമ്മുടെ രാജ്യം മാറി. ടെക്നോളജിക്കലി ആണെന്നുണ്ടെങ്കിലും സൈക്കോളജിക്കലി എല്ലാ രീതിയിലും നമ്മുടെ മനുഷ്യരുടെ ചിന്താഗതികളൊക്കെ മാറി വരുവാണ്. അപ്പൊ അതിന് 18 വയസ്സ് തികയണം ഒരു വ്യക്തി പ്രായപൂർത്തിയാകാൻ എന്ന ആ ഒരു ബെഞ്ച് മാർക്ക് മാറ്റണം. അതിനുള്ള റീസൺസ് ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സായിട്ടില്ല അല്ലെങ്കിൽ 18 വയസ്സ് തികയാൻ 1-2 ദിവസം മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയെ പോലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുറ്റകൃത്യം 3 പേര് ചേർന്ന് ചെയ്തു. അതിൽ 2 പേർക്ക് 18 വയസ്സ് പൂർത്തിയായിട്ട് ഒറ്റ ദിവസമായിട്ടുള്ളൂ. ഒരാൾക്ക് 18 വയസ്സ് പൂർത്തിയാകാൻ 1 ദിവസം കൂടെ പ്രായമുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 1-2 ദിവസത്തിന്റെ മാത്രമാണ്. ഇവര് കുറ്റകൃത്യം ചെയ്തു. ഈ കുറ്റകൃത്യം ചെയ്ത് 18 വയസ്സ് പൂർത്തിയായവർ ശിക്ഷിക്കപ്പെടും.
18 വയസ്സ് പൂർത്തിയാകാൻ ഒറ്റ ദിവസം മാത്രം പ്രായമുള്ളവൻ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും വിചാരണ നേരിടുന്നത്. അവന് ചെറിയ ശിക്ഷ കിട്ടി അവൻ രക്ഷപ്പെടും. നമ്മുടെ നിർഭയ കേസിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ സിസ്റ്റം ഒക്കെ മാറണ്ടേ? രണ്ടാമത്തെ കാര്യം, 75-70 വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ 16-കാരന്റെ ചിന്താഗതി അല്ല ഇപ്പോഴത്തെ 16-കാരന്റെ. അവന്റെ ആ ഒരു ചിന്താരീതി 18-19 വയസ്സുകാരന്റെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തിന്? എന്റെയൊക്കെ പ്രായത്തിൽ പോലും നമ്മൾ 16-ാമത്തെ വയസ്സ് ചിന്തിക്കുന്ന രീതിയേ അല്ല ഇപ്പോഴത്തെ 16-15 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പം ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും സൈക്കോളജിക്കലി ടെക്നോളജിക്കലി എല്ലാ രീതിയിലും ഈ 16-കാരന്റെയും 17-കാരന്റെയും ചിന്താഗതികൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഇവരെ കുട്ടികളായിട്ട് കണക്കാക്കാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്നില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ജുഡീഷ്യറിയും നമ്മുടെ പാർലമെന്റും എല്ലാം ഗൗരവമായിട്ട് ചിന്തിക്കും. ഇതിനെ പറ്റിയിട്ട് കുറെ ചർച്ചകൾ നടന്നതാണ്. പക്ഷെ അതിന് ഏറ്റവും നല്ല ഒരു ടൈമാണിത്. ഈ പറയുന്ന പ്രായപൂർത്തിയാകാൻ 18 വയസ്സാകണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുനഃപരിശോധിക്കേണ്ട രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് വിദഗ്ധരുമായിട്ടൊക്കെ കൂടി ആലോചിച്ച് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും 18 വയസ്സിൽ കുറയ്ക്കണമെന്ന് തന്നെയാണ്. ഒരു 16 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 17 വയസ്സെങ്കിലും ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കുറ്റവാളി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുറ്റവാളി ചിലപ്പോൾ അവന് 18 വയസ്സാകാൻ ഒരു 1-2 ദിവസമായിരിക്കും. അവന് കൃത്യമായിട്ട് അറിയാനിരിക്കും തനിക്ക് 2 ദിവസം പ്രായപൂർത്തിയാകാൻ 2 ദിവസം സമയമുണ്ട്, അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ കാണും. അപ്പൊ ഇതൊന്നും ഇനി യാതൊരു കാരണവശാലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇതുപോലത്തെയുള്ള ലൂപ്പ് ഹോൾസ് പൊളിച്ചെഴുതേണ്ട സമയമായിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ അതോറിറ്റീസ് ചിന്തിക്കണം. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.